ഉദ്ഘാടന ദിവസം തന്നെ 10 ബുക്കിംഗ് ഒത്തെങ്കിൽ ഈ വർഷം പ്രോഗ്രാമിന്റെ അയ്യര് കളിയായി. ഉള്ളത് പറയാമല്ലോ, നാടകം ഇത്രയും നന്നാവുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. അത് ശരിയാ. ട്രൂപ്പ് തുടങ്ങാൻ പോയപ്പോ ഇവർക്കൊക്കെ എന്തൊരു എതിർപ്പായിരുന്നു. ആദ്യ നാടകം വിജയിച്ചത് മാത്രമല്ല കാര്യം, ഒരു എൻഗേജ്മെന്റ് ആയപ്പോ എന്റെ ഗ്യാസിന്റെ ഉപദ്രവം മാറിയില്ലേ? അതുള്ളതാ. ഇനി മനുഷ്യർക്ക് മനസമാധാനമായിട്ട് നാടകം വിജയിച്ചതേ നിങ്ങളുടെ മെടുക്കൊണ്ടൊന്നല്ല, ആ രജനി ചേച്ചി നന്നായി അഭിനയിച്ചതുകൊണ്ടാ. അതെ അതെ, രജനിയുടെ സുഗന്ധി മനസ്സിൽ നിന്ന് മായുന്നതേ ഇല്ല. ആ പെണ്ണ് എന്നെ വല്ലാണ്ട് കരയിപ്പിച്ചു കളഞ്ഞു. എന്നെയും. നേരിട്ട് കണ്ടാലേ ഇത്രയും കഴിവുണ്ടെന്ന് തോന്നത്തില്ല. അത് ശരിയാ. ആ മോളെ, അച്ഛന്റെ അഭിനയം എങ്ങനെ ഉണ്ടായിരുന്നു? അച്ഛന്റെ റോൾ എനിക്ക് ഇഷ്ടപ്പെട്ടതേ ഇല്ല. വില്ലൻ കഥാപാത്രം അല്ലാണ്ട് വേറെ ഒന്നും കിട്ടിയില്ല അച്ഛന്. മനുഷ്യൻ ഇത്രയ്ക്ക് ക്രൂരനാവാൻ പാടില്ല കേട്ടോ. ആ നാടകം വൻ വിജയമാണെങ്കിലും ക്യാമ്പ് പിരിച്ചുവിടാൻ വരട്ടെ എന്ന് അട്ടക്കുളങ്ങര പറഞ്ഞത്. അതെന്തിനാ? റിഹേഴ്സൽ എല്ലാം കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി നടികടന്മാര് പ്രോഗ്രാം സമയത്ത് വന്നാ പോരെ? അട്ടക്കുളങ്ങര ഇനിയും എന്തൊക്കെയോ മിനുക്ക് പണികൾ നാടകത്തിൽ ഉദ്ദേശിക്കുന്നുണ്ട്. കുളിപ്പിച്ച് കൊച്ചില്ലാതാവോ? അട്ടക്കുളങ്ങര സാറ് കുളിപ്പിക്കും തോറും കൊച്ചു നന്നാവത്തേ ഉള്ളൂ. നാടകത്തിന്റെ ടോട്ടാലിറ്റിയിൽ 1-2 പ്രശ്നങ്ങൾ ഉണ്ടെന്ന് എനിക്കും തോന്നി. കുളിപ്പിച്ച് വൃത്തിയാക്കുന്നതിനാക്കിക്കോട്ടെ, എന്തായാലും നമുക്ക് ഈ വിജയം ഒന്ന് ആഘോഷിക്കണം. അതെ. സുമിത്രേ, ദേ ഇവര് വെള്ളമടിക്കാനുള്ള പ്ലാൻ ഇടുവാണേ. വെള്ളം അടിച്ചാലേ വിജയം ആഘോഷിക്കാൻ പറ്റൂന്ന് ആരാ പറഞ്ഞത്? അല്ലേ? പിന്നെ എങ്ങനെ ആഘോഷിക്കാൻ പോകുന്നത്? കുറച്ച് കമ്പിത്തിരി മത്താപ്പും മേടിച്ച് കത്തിക്കും, ഇല്ലേ അറിയാച്ചാ? അത് മാത്രമായിട്ടുണ്ട് ആഘോഷം. കുറച്ച് പൂക്കുറ്റി മാലപ്പണക്കവും കൂടി വാങ്ങിച്ച് എന്ന് പൊട്ടിക്കണം. അതെ അതെ അതെ. സന്തോഷേ, ഒന്നിങ്ങോട്ട് വന്നേ. ഈ അമ്മയ്ക്ക് വിളിക്കാൻ കണ്ടൊരു നേരം. തുമ്പി തുമ്പി വാവ തുമ്പത്തണ. ആ ഗ്യാസ് ഒന്ന് കണക്ട് ചെയ്തേ. നേരെ കണക്ട് ചെയ്യണേ. ചേട്ടാ, ചേട്ടാ, എന്റെ ആപ്പിൾ എന്തിയെ? ആപ്പിളോ? ഇതെന്റെ ആപ്പിളാ. അത് മനസ്സിലായി. എന്റെ മുറിയിൽ വെച്ചിരുന്ന ആപ്പിൾ എന്തിയാ ചോദിച്ചത്? ഞാനും കണ്ടില്ല. നീ അല്ലാതെ വേറെ ആരും എടുക്കത്തില്ല. എവിടെ? എന്താണ് ഒരു ബഹളം? നേരെ നോക്കി ഇവന്മാര് തമ്മിൽ കീരിയും പാമ്പുവാ. എന്റെ ആപ്പിൾ കാണുന്നില്ല. നിന്റെ ആപ്പിളോ? ഓഹോ, ഫ്രിഡ്ജിലിരുന്ന അച്ഛന്റെ ആപ്പിൾ ഇപ്പൊ മക്കളാണോ തിന്നുന്നത്? അച്ഛന്റെ ആപ്പിൾ അച്ഛൻ തന്നെ തിന്നു കാണും. ഇത് ഞാൻ കാശ് കൊടുത്ത് മേടിച്ച ആപ്പിളാ. അതാ ചേട്ടൻ എടുത്തത്. സത്യമായിട്ട് ഞാൻ എടുത്തില്ല അച്ഛാ. എന്റെ 2 ആപ്പിളുള്ളപ്പോ നിന്റെ ആപ്പിൾ എനിക്ക് പിന്നെ എവന്റെ ആപ്പിൾ എവിടാ? അതാര്? ഇപ്പോഴെനിക്ക് മനസ്സിലായി ഒറിജിനൽ ആപ്പിൾ ആരാണ് എടുത്തതെന്ന്. കാണിച്ചു തരാം. ബാബാ, ഓമിന് കുട്ടുമ്പിള്ള അണ്ണ, എന്റെ അണ്ണ, അണ്ണ ഇല്ലാതെ. അയ്യോ, എന്താ ഇത്? ആപ്പിളിൽ വിഷോ? ആപ്പിളിൽ വിഷമല്ല, മദ്യം. അതെ, അച്ഛൻ കുത്തിവെച്ച മദ്യം. ഇത്രയും നാളിന് പറ്റിച്ചല്ലേ? നാടകത്തെ കുറിച്ച് നീ അഭിപ്രായമൊന്നും പറഞ്ഞില്ലല്ലോ. ഞാനിനി എന്ത് പറയാൻ? ഒരു ദിവസം ഒഴിവില്ലാതെ നാടകം കളിക്കുന്ന ഉറപ്പായില്ലേ? കിളവന്മാരാണെങ്കിൽ ഭയങ്കര ഹരത്തില്ല. അവരിന് ഈ പ്രസ്ഥാനം ഉപേക്ഷിച്ച് പോകുന്ന ലക്ഷണം കാണുന്നില്ല. നിനക്കൊക്കെ അത് പോരെ? കഴിഞ്ഞ 4 വർഷമായിട്ട് എന്റെ നില ആകെ പറഞ്ഞില്ലാടാ. സഹകരിച്ചൊക്കെ അങ്ങനെ വലിയ കളിയൊന്നുള്ള ട്രൂപ്പിലായിരുന്നില്ല. ഈ നാടകം കളിക്കുന്ന ഉറപ്പായപ്പോഴേ ഒരു സമാധാനമായത്. ഇനിയിപ്പോ ഈ വർഷം വീടൊക്കെ ഒന്ന് ചന്തമാക്കണം. ദൈവം സഹായിച്ച് അടുത്ത വർഷത്തെ നാടകവും ഒരു 100-300 ശേഷെങ്കിലും കളിച്ചാലേ അനിയത്തിയുടെ കാര്യത്തിന് ഇത്തിരി പൊന്ന് കരുതി വയ്ക്കായിരുന്നു. നാടകത്തിൽ എന്റെ കോമഡി എങ്ങനെ?
ഏറ്റാ ഏറ്റു. അഭിനേതാക്കൾ ആരും മോശമായില്ല, പ്രത്യേകിച്ച് രജനി. ആ കുട്ടി വളരെ നന്നായിട്ട് അഭിനയിച്ചു. രജനി ഇവിടെ ഉണ്ട്. അഭിനന്ദനം നേരിട്ട് തന്നെ പറഞ്ഞോളൂ. ഇതൊക്കെയല്ലേ ഞങ്ങളെപ്പോലുള്ള കലാകാരന്മാർക്ക് ഒരു പ്രചോദനം. ഞാൻ വിളിക്കാം. രജനി, രജനിക്ക് ആളെ മനസ്സിലായോ? തമ്പി സാറിന്റെ മോനാ ജയമോഹൻ. ഇവിടെ ബാങ്കിലാ ജോലി. അറിയാം, സതി പറഞ്ഞിട്ടുണ്ട്. സുഗന്ധിയുടെ റോളിൽ ഇയാള് വളരെ നന്നായി. അത് പറയാനാണ് വിളിച്ചത്. പോട്ടെ. പാവ ആ പിഞ്ഞാണത്തിലെ വെള്ളത്തിൽ എന്താ ഒരു ഉളുമ്പുനാറ്റം? ഏത് പിഞ്ഞാണത്തിലെ വെള്ളത്തിന്? ആ കുളിപ്പരേ വെച്ചേക്കുന്ന മുട്ടം പിഞ്ഞാണത്തിലെ മോന്ത കഴിയപ്പോ ഭയങ്കര ഉളുമ്പുനാറ്റം. അതുകൊണ്ട് ഞങ്ങാ കുടിച്ചില്ല. നിങ്ങൾ എവിടുന്നാ വെള്ളം എടുത്തെന്ന് പറ. വാ, കാണിച്ചു തരാം. ദേ അതീന്ന്. എന്റെ ഈശോയെ. മോശേ, അട്ടക്കുളമ്പര മോശേ, മോശേ. എന്താ എന്താടോ? ആ വൈശാഖം വരുന്നു. ആരായി വൈശാഖൻ? ആ രജനിയുടെ ഭർത്താവാ. ആളൊരു പ്രശ്നക്കാരനെന്നാ കേട്ടിരിക്കുന്നത്. എന്റെ ദൈവമേ, ഇനി എന്താണാവോ നടക്കാൻ പോകുന്നത്? കുടിക്കാൻ കുറച്ച് വെള്ളം കിട്ടുമോ? കുട്ടീഷ, കുറച്ച് വെള്ളം കൂടെ. എന്നെ മനസ്സിലായോ? അറിയാം. വെള്ളം. എനിക്ക് രജനിയോടൊന്ന് സംസാരിക്കണമായിരുന്നു. വിരോധമില്ലല്ലോ? അത് കൊള്ളാം. നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ സംസാരിക്കുന്നില്ല, ഇവിടെ ആർക്കെന്ത് വിരോധം? രജനി ഇവിടെ വിളിക്കണു. എന്തൊരു ആദരവ്, എന്തൊരു ഭവ്യത. ചെറുപ്പക്കാരായാലും ഇങ്ങനെ തന്നെ വേണം. ആ ഈ നാടകത്തിന്റെ മുതലാളിമാരാരാ? ഞങ്ങളാണ്. ഒരു മിനിറ്റ്. ചോദിക്കുന്നതുകൊണ്ടൊന്നും തോന്നരുത്. ഒരു 25 മണീസ് വേണമായിരുന്നു. തിരിച്ചു തരാം. താങ്ക്സ്. പാവം പയ്യൻ. ആ ഓടനാവട്ട ഓമന വെറുതെ ഓരോന്ന് പറഞ്ഞ് നമ്മളെ വരുത്തിക്കളഞ്ഞു. ഉള്ളതാ, അവർക്ക് വല്ല വിവരമുണ്ട്. അതെ, കേട്ട് കാണും.
സന്തോഷേ, സതീഷേ, ഇനി വാ മക്കളെ. കുറെ ദിവസമായി ഞാൻ ശ്രദ്ധിക്കുന്നു. ഒരു പെണ്ണിനെ കണ്ടാൽ ആരും നോക്കിപ്പോവും. പക്ഷെ അതിനല്ല ഞാൻ തല്ലിയത്. ആദ്യം നിങ്ങൾ രണ്ടുപേരും ഒരു തീരുമാനത്തിലെത്ത്. എന്നിട്ട് ആരെങ്കിലും ഒരാൾ അവളെ നോക്ക്. എന്നാലേ വീഴൂ. കേട്ടോടാ മക്കളെ? കൊള്ളാം, നല്ല തന്ത. മക്കൾക്ക് കൊടുക്കുന്ന ഉപദേശം കൊള്ളാം. ഇപ്പൊ മതിയാകാം. ഇല്ല, അവള് നോക്കിയതില്ല ചേട്ടാ. ഒന്ന് പോടാം. ഇവളവിടെ എന്ത് ചെയ്യാ? ചെറിയാച്ചൻ ഇറങ്ങുമ്പോ താര ഒരുങ്ങിയിട്ടില്ലായിരുന്നു. അമ്പലത്തിൽ പോയിട്ട് ഇപ്പൊ എത്താന്ന് പറഞ്ഞ് പോയതല്ലേ? എന്നാൽ അമ്പലം വഴി പോട്ടെ, വഴിയിൽ നിന്ന് കയറ്റാം. എന്താ അതാ നല്ലത്. ഇവിടെ നിന്ന് വെറുതെ സമയം കളയണ്ട. ഇന്ന് 2 കളിയുള്ളതാ. അതെ. ഇന്ന് ഡബിളാ. ആ. ഒട്ടക്കുളങ്ങര മോശേ ചോദിച്ചു. എന്താ കാര്യം? ഇന്നത്തെ 2 നാടകം നടക്കത്തില്ല. താര മുങ്ങി. പവനക്കുട്ടമ്പലത്താന്റെ മൂത്ത മോനുമായിട്ടുള്ള ഒളിച്ചോടി. പ്രിയപ്പെട്ട അച്ഛ, എന്റെ മിമിക്രി കേട്ട് ചിരിച്ച് ചിരിച്ച് താര എന്നെ സ്നേഹിച്ചു. ഞാൻ അങ്ങോട്ടും സ്നേഹിച്ചു. ഞങ്ങൾ പോവുകയാണ്. അച്ഛനും അമ്മയും ഞങ്ങൾ അനുഗ്രഹിക്കണം എന്ന സ്വന്തം മകൻ സതീഷ്. അമ്മ വലിച്ചെറിയില്ലേ? പൊട്ടുന്ന സാധനങ്ങൾ കാണും. സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ നടിയാ അവര്. കൊണ്ടുപോട്. എന്നിട്ട് പറ, നാടകക്കാരെ ഒരുത്തരെ എന്നെ കൺമുമ്പിൽ കണ്ടുപോരുതെന്ന്. എന്നാ അച്ഛന്റെ തുണിയും കൂടി എടുത്തോ. നാണം മാനമുള്ളവർക്കല്ലേ തുണി. അത് പോയില്ലേ? ചേട്ടൻ നാടകക്കാരുടെ കൂടെ പോയതിന് അച്ഛന്റെ നാടകം എങ്ങനെയാ പോകുന്നത്? ചേട്ടന്റെ നാടകം പോയി കാണും. പോയിട്ട് 3 ദിവസം കഴിഞ്ഞില്ലേ? ഫോണുണ്ട് എന്റെ മുമ്പിന്ന്. അവന്റെ പേര് ഇവിടെ ശബ്ദിച്ചു പോരുത്. എത്ര ദിവസം എന്ന് കരുതി ഇവിടെ ഇങ്ങനെ കഴിയുന്നത്? സാറ് വീട്ടിലോട്ടില്ലേ? പരിമളനത് പറയാം. കയ്യോ കാലോ വളരുന്നോന്ന് നോക്കി വളർത്തിയ മോനാ വഴിയാധാരമായത്. സുമിത്രയോട് ഞാൻ എന്ത് സമാധാനം പറയും? മക്കളുടെ രണ്ടിന്റെയും സ്വഭാവം ശരിക്കും അറിയാവുന്ന സ്ഥിതിക്ക് താരയെ കൊണ്ടുവന്ന് എതിരെയുള്ള വീട്ടിൽ താമസിപ്പിച്ച് തീരെ ശരിയായില്ല. കണ്ണും കൈയും കാണിച്ച് ആമ്പിളരെ വീഴ്ത്താനേ ബഹു പിടിക്കുക അവള്, അല്ലേ? അവള് കണ്ണ് കാണിച്ചു എന്ന് വെച്ച് സതീശൻ ഇറങ്ങി പോണോ? ഞാൻ പ്രൊഫഷണൽ നാടകരംഗത്ത് വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് വർഷം 15 കഴിഞ്ഞു. ഇതിനിടയിൽ എത്രയോ സുന്ദരികളായ ചെറുപ്പക്കാരികൾ എന്നെ വശീകരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്നിട്ടും ഞാൻ സ്വയം നിയന്ത്രിച്ചു നിന്നില്ലേ? നിനക്കതിനുള്ള ത്രാണിയുണ്ട്. പണ്ടേ നാടകക്കാരെ കുറിച്ച് ചീത്തപ്പേരാ. താര കാണിച്ചത് ബുദ്ധിമോശായിപ്പോയി. ഓമന ചേച്ചി എന്താ ഒരു അഭിപ്രായം പറയാതെ ഇങ്ങനെ കുന്തം വിഴുങ്ങിയത് പോലെ നിൽക്കുന്നേ? ആ, അഭിപ്രായം പറയാൻ ചേച്ചിയുടെ പല്ല് അവിടെ ആയി പോയില്ലേ? ഓ, ആ പല്ലുതാ വന്നല്ലോ. എന്താ നിന്റെ അമ്മ അടങ്ങിയോടാ? ഇല്ല, അച്ഛൻ അടുത്ത കാലത്തൊന്നും വീട്ടിലോട്ട് കയറാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അയ്യോ, അത് മാത്രം, ആ പെണ്ണിന്റെ തള്ളയെ ഇപ്പോഴും സൂസൻ ആന്റിയുടെ വീട്ടിൽ പൂട്ടിയിട്ടിരിക്കുക. ഇനിയെങ്കിലും സത്യം പറഞ്ഞല്ലേ, അവൾ അവനെ കൊണ്ട് എങ്ങോട്ടാ ഒളിച്ചോടിയത്? കടാലിന്റെ കീഴെ പാതാളത്തിൽ ഒരു കൊട്ടാരമുണ്ട്. അത് നിങ്ങ കണ്ടിട്ടുണ്ടോ? അങ്ങോട്ടാ കൊണ്ടുപോയേക്കണേ. ഇവർക്കറിയാം, പറയാത്തതാ. പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കാ വേണ്ടത്. പോലീസിൽ കയറാൻ പോണത് ആരാണെന്ന് നമുക്ക് കാണാലോ. ഞങ്ങളുടെ മകളെ തട്ടിക്കൊണ്ട് പോയിട്ട് നിങ്ങ ഇങ്ങോട്ട് വഴി തരാൻ വരണോ? അറിയാങ്കി പറവല്ലേ മിച്ചി, നമുക്ക് അവരെ കണ്ടുപിടിച്ച് 4 ആളുടെ മുന്നിൽ വെച്ച് കെട്ടിച്ചു കൊടുക്കാം. ഇത് നല്ല കൂത്ത്. ഇനി എന്തോരു കല്യാണോ? നടക്കാണ്ടത് അതങ്ങാ നടത്തി കാണും. നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല ഇവര്. ഈ തള്ള ഇവിടെ വെച്ചോണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. പറഞ്ഞു വിടുന്ന നല്ലത്. അത് ശരിയാ. പറഞ്ഞു വിട്ടാലൊക്കെ ഉണ്ടാ മകളെ കുഴപ്പം. പെണ്ണില്ലാണ്ട് തുറയിലോട്ട് ചെന്നാലെ കൊണ്ട് തടിമെടുക്കുള്ള ആണുങ്ങ തൊഴയും കൊണ്ട് ഇങ്ങോട്ട് വരും. പിന്നത്തെ ചാകര അറിയാലോ. ഭീഷണിപ്പെടുത്താണോ? എന്നാൽ അവിടെ കട. വാ,